അങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോഞ്ചുകളിലൊന്നും ഞാനങ്ങനെ പോകാറില്ല. എന്നെ നിങ്ങളെ കണ്ടു കാണത്തുമില്ല. നമ്മളൊരു എപ്പോഴും ഒരു കവറേജ് പാർട്ടിയാണ്. ദൂരെ നിന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും, നാട്ടുകാർക്ക് കിട്ടും, അത്യാവശ്യം ചാനൽ നടന്നു പോവുകയും ചെയ്യും. പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ലിജീഷിൻ്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശ്രദ്ധം വായിക്കാറുണ്ട്. മാത്രമല്ല ഈ ചെറുപ്പക്കാരിലെ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തല്ല കുറച്ചു കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐഷയുടെ സംവിധായകൻ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വയസ്സാകാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി വല്ലതും തുടങ്ങണോ, അപ്പോൾ ലിസ്റ്റിനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപകടം പിടിച്ച വഴിയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, ഫ്ലവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റിലീസ് ചെയ്യുകയാണ്. അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത്. നവംബർ ആദ്യം അത് തിയേറ്ററിലെത്തും, റെഡിയായിരിക്കുകയാണ് അത്. അപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട്. മലയാള സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം. ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ രഞ്ജനിക്ക് തോന്നിയ പോലൊരു സംശയം എനിക്കുമുണ്ട്. ഈ പൂമ്പാറ്റയുടെ ചേട്ടനാണോ പ്രേംപാറ്റ എന്ന് എനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയത്. എന്തായാലും ലിജീഷ് കുമാർ എഴുതുന്ന കഥയായതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്ത് ഈ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് നെറ്റായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ. പക്ഷേ ഇവർ പുറം വാതിൽ ചിത്രീകരണത്തിന് പോകുന്നവരായതുകൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബോണുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ മന്മഥേട്ടൻ കയറി വരുമ്പോൾ രക്തസാക്ഷിയുടെ മുഖം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ തിരിച്ചിരുന്ന് ലാൻഡ് ചെയ്തേ ഉള്ളെന്ന് പറഞ്ഞു. അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഈ മന്മഥേട്ടനെ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. ഞാനിവിടെ ഈ ബാക്ക് ബോൺ എന്ന് കേട്ടപ്പോൾ എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ്. മാത്രമല്ല ആമിർ അദ്ദേഹത്തെ നോക്കി ഒരു ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ ഹരികൃഷ്ണൻ സിനിമ പറഞ്ഞൊരു 100,000 അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. അപ്പോൾ ഈ ആമിറിനും അതുപോലെ ലിജീഷിനും നല്ല ഒരു സൃഷ്ടിയാകട്ടെ.